ഹായ് വെൽക്കം ബാക്ക്. ഞാനിന്ന് വന്നിരിക്കുന്നത് നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റാണ്. നുറുക്ക് ഗോതമ്പ് കൊണ്ടുണ്ടാക്കിയെന്നേ പറയില്ല. എത്ര കഴിച്ചാലും മതിവരെയില്ല. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് റെസിപ്പി എന്ന്. ആദ്യം നമുക്ക് ശർക്കര പാനി തയ്യാറാക്കി എടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ശർക്കര നന്നായിട്ട് ചീകിയെടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ പൊടിച്ചെടുക്കുക. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് മറയൂർ ശർക്കരയാണ്. അപ്പോൾ ചീകിയെടുക്കാൻ പാടാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പൊടിച്ചെടുത്തത്. ഞാൻ എടുത്തിരിക്കുന്ന കപ്പ് 240 ml ആണ്. നിങ്ങൾ ഏത് കപ്പിലാണോ എടുക്കുന്നത് ആ കപ്പിൽ തന്നെ എല്ലാം അളന്നെടുക്കുക കേട്ടോ. 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ശർക്കര നന്നായിട്ട് അലിഞ്ഞു വരണ വരെ ചൂടാക്കിയെടുക്കാം. വറ്റിച്ചൊന്നും എടുക്കണ്ട. തീ മീഡിയത്തിലോട്ട് വെച്ച് കൊടുക്കുക, അടിയിലൊന്നും പിടിക്കരുത്. ഇപ്പോൾ ശർക്കര നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ഇനി ഒരു പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കിയെടുക്കുക. നെയ്യ് ചൂടായിട്ട് വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് ഇട്ടിട്ട് വറുത്തെടുക്കുക. മീഡിയത്തിൻ്റെ സിമ്മിൻ്റെ ഇടയിലിട്ടിട്ട് വറുത്തെടുക്കണം. തേങ്ങ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. ഒന്ന് ബ്രൗൺ നിറമായി വരുമ്പോഴേക്ക് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് 1 കപ്പ് നുറുക്ക് ഗോതമ്പ് നന്നായിട്ട് കഴുകിയതിന് ശേഷം 2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ്. ഇതിൽ കുറച്ച് വെള്ളം ബാക്കിയുണ്ട്. അത് കളഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് 2 നന്നായിട്ട് പഴുത്ത പാളയംകോടൻ പഴമാണ്. പഴം അരിഞ്ഞിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ പാനി കാച്ചി വെച്ചിരിക്കുന്ന ശർക്കര കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ ശർക്കര മാത്രം മതിയാവും ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കൂടുതൽ വെള്ളം ചേർക്കണ്ട. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 2 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ ഏലക്കപ്പൊടി. ഏലക്കപ്പൊടി ഇല്ലെങ്കിൽ 3-4 ഏലക്ക നമ്മൾ അരച്ചെടുക്കുമ്പോൾ തന്നെ ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി. വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് നെയ്യോടൊപ്പം തന്നെ ചേർത്ത് കൊടുക്കുക. 3/4 ടീസ്പൂൺ എള്ള്. എള്ള് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. 1/4 ടീസ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് സോഡ. ഏകദേശം 2 നുള്ളു ബേക്കിംഗ് സോഡ. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് 1/2 മണിക്കൂർ ഒന്ന് മാറ്റി വയ്ക്കാം. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. ആദ്യം നമുക്ക് ഉണ്ണിയപ്പക്കാരയിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം. എണ്ണ ഒഴിക്കുമ്പോൾ കുഴിയിലോട്ട് മാത്രം ഒഴിച്ചു കൊടുക്കുക. ഇല്ലെങ്കിൽ നമ്മൾ മാവ് കോരി ഒഴിക്കുമ്പോൾ എണ്ണ പൊങ്ങി പുറത്തോട്ട് പോവും. തീ മീഡിയത്തിലോട്ട് ഇട്ട് കൊടുക്കുക. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഓരോ തവി മാവായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ സിമ്മിൻ്റെ മീഡിയത്തിൻ്റെ ഇടയിലിട്ടിട്ട് വേവിച്ചെടുക്കുക. ഇല്ലെങ്കിൽ പുറമെ പെട്ടെന്ന് കരിഞ്ഞു പോവും, അകത്തൊന്നും വെന്തും വരില്ല. ഒന്ന് ബ്രൗൺ നിറമായി വരുമ്പോഴേക്ക് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. വെന്ത് വരുമ്പോഴേക്ക് പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതെ പെട്ടെന്ന് തന്നെ ഉണ്ണിയപ്പം ഇളകി വരും. ഒരു പപ്പടം കുത്തിയിട്ടിട്ട് മറിച്ചിടുകയാണെങ്കിൽ എളുപ്പത്തിൽ തന്നെ നമുക്ക് മറിച്ചിടാൻ പറ്റും. ഇനി താഴ്ഭാഗവും ഇതുപോലെ ആയി വരണം. താഴെ ആവാനെടുത്ത സമയം എടുക്കില്ല കേട്ടോ, മുകളിൽ വെന്ത് വരാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റാം. അപ്പം ഇത് നമുക്ക് ഒരു കിച്ചൺ ടിഷ്യൂവിലോട്ട് ഇട്ട് വയ്ക്കാം. ഇതുപോലെ തന്നെ അടുത്തതും ഉണ്ടാക്കിയെടുക്കുക. അപ്പം അതാ ഞാൻ എല്ലാം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. പുറമേ നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റുമാണ്. ഞാനിത് മുറിച്ച് കാണിച്ചു തരാം. എത്ര കഴിച്ചാലും മതി വരില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഒരിക്കൽ ഉണ്ടാക്കിയാലും പിന്നെയും ഉണ്ടാക്കും. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.